ഹായ് ഓൾ, എല്ലാവർക്കും സൈലം IAS അക്കാഡമിയിലേക്ക് സ്വാഗതം. യൂട്യൂബ് സീരീസിന്റെ ഭാഗമായി നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് 1929 ദ ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മേജർ ഇവന്റ് ആണിത്. ചരിത്രപരമായും സാമ്പത്തികപരമായും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയുടെ ആംഗിളിലാണ്. അപ്പോൾ എന്താണ് ഈ 1929 ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എങ്ങനെ ഇതിൽ നിന്നും കരകയറി? അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നോക്കേ, 19ാം നൂറ്റാണ്ട് ലോക ചരിത്രത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു നൂറ്റാണ്ടായിട്ട് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി യൂറോപ്യൻ ചരിത്രം. ഈ 19ാം നൂറ്റാണ്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം. ഒരു ഭാഗത്തൂടെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രിയലൈസേഷന്റെ വക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു ജെനിത് കാലഘട്ടമായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. അതേസമയം ഈ 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടങ്ങളൊക്കെ എത്തിയപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു ഐഡിയയും അവിടെ പോപ്പുലറായി. അതിനൊരു കാരണക്കാരനുണ്ട്, നമ്മുടെ ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്കിൽ പോപ്പുലർ ആയപ്പെട്ട ഒരു തിയറിയാണ് അല്ലെ, ഇത് ഫ്രീ മാർക്കറ്റ് മെക്കാനിസം എന്നൊക്കെ പറയുന്നത്. അതിന്റെയൊക്കെ റിസൾട്ടന്റ് ആയിരുന്നു ദി ഐഡിയ ഓഫ് ക്യാപിറ്റലിസം. അപ്പോൾ അന്ന് വരെ പല യൂറോപ്യൻ രാജ്യങ്ങളും അഗ്രികൾച്ചർ ബേസ്ഡ് എക്കണോമി ആയിരുന്നു. പക്ഷേ ഈ ക്യാപിറ്റലിസം എന്നൊരു ഐഡിയ ഫോക്കസ് ചെയ്തോടുകൂടി എന്ത് സംഭവിച്ചു? പലരും ക്യാപിറ്റലിസം ഒരു മേജർ ഐഡിയ ആയിട്ട് സ്വീകരിക്കാൻ തുടങ്ങുന്നു. അത് അവരെ നല്ലോണം ഹെൽപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക യൂറോപ്യൻ അമേരിക്കൻ കോണ്ടിനെന്റുകളിലെ രാജ്യങ്ങളെല്ലാം തന്നെ എക്കണോമിക്കലി ഡോമിനന്റ് ആകുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ ട്രാൻസിഷൻ ഫ്രം അഗ്രികൾച്ചർ ബേസ്ഡ് എക്കണോമി ടു ക്യാപിറ്റലിസം ബേസ്ഡ് എക്കണോമി. ഒരു വലിയ മാറ്റം അവിടെ ഉണ്ടായതോടുകൂടി രാജ്യങ്ങളെ അത് നല്ലോണം ഹെൽപ്പ് ചെയ്തു. സാമ്പത്തികമായിട്ട് വലിയ പുരോഗതികൾ പല രാജ്യങ്ങളും വിറ്റ്നസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസ്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഒരു എക്കണോമിക് ഡിപ്രഷനിലേക്ക് വഴുതി വീണു. നമ്മൾ ഈ പറയുന്നത് 1929 ഡിപ്രഷനാണ്. 19ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ അത്ര വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ലല്ലേ. 1880 വരെ വലിയ ഡോമിനന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ട് 1929 തകർന്നുപോയി? അതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല കേട്ടോ വരുന്നത്. ഈ ഡിപ്രഷൻ തന്നെ ആരംഭിക്കുന്നത് അമേരിക്കയിലാണ്. സോ വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? നിങ്ങൾ നോക്കി, ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് 1914. അന്ന് ആ യുദ്ധം ആരംഭിക്കാൻ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് അല്ലെ. കുറെ പൊളിറ്റിക്കൽ റീസൺസ് പറയാൻ പറ്റും, കുറെ മിലിറ്ററി റീസൺസ് പറയാൻ പറ്റും, എക്കണോമിക് റീസൺസ് പറയാൻ പറ്റും. ഓക്കെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഫസ്റ്റ് വേൾഡ് വാർ 1914 സ്റ്റാർട്ട് ചെയ്തു. രാജ്യങ്ങളെല്ലാം രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ടാണ് യുദ്ധങ്ങൾ നടത്തുന്നത് അല്ലെ. രണ്ട് ഗ്രൂപ്പുകളായിരുന്നു മേജറായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് അലൈഡ് പവേഴ്സും മറ്റൊന്ന് സെൻട്രൽ പവേഴ്സും. അലൈഡ് പവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്, സെർബിയ ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജപ്പാൻ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഒരു ലേറ്റ് കമ്മർ ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമേരിക്കയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സെൻട്രൽ പവേഴ്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രോമിനന്റ് രാജ്യങ്ങളാണ് ഓസ്ട്രിയ ഹംഗാരി, ജർമ്മനി, ബൾഗേറിയ, ഓട്ടോമൻ എംപയർ തുടങ്ങിയവർ. അങ്ങനെ 1914 യുദ്ധം ആരംഭിച്ചു. 1918 യുദ്ധം അവസാനിച്ചു. ആരാ ജയിച്ചത്? അലൈഡ് പവേഴ്സ് ജയിച്ചു. ഈ ജയിച്ച രാജ്യങ്ങൾ 1919 തോറ്റ രാജ്യങ്ങളുമായിട്ട് ഒരുപാട് ട്രീറ്റികൾ ഒപ്പുവെക്കുന്നുണ്ട്. അതങ്ങനെയാണല്ലോ, ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ ഒരുപാട് ഉടമ്പടികൾ ഒപ്പുവെക്കേണ്ടി വരും. തോറ്റ രാജ്യങ്ങളെ കൊണ്ട് ഈ ജയിച്ച രാജ്യങ്ങൾ എന്ത് ചെയ്തു? ന്യൂമറസ് ട്രീറ്റീസ് സൈൻ ചെയ്യിപ്പിക്കും. അതിൽ ഒന്ന് രണ്ട് ട്രീറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്, ട്രീറ്റി ഓഫ് സെവറസ്, ന്യൂലി, ട്രിയാനൻ, സെന്റ് ജർമൻ, ഇങ്ങനെ കുറെ ട്രീറ്റികൾ ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെച്ച ട്രീറ്റീസാണ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഈ ഒരു കോണ്ടെക്സ്റ്റ് ഓർത്തിരിക്കുക. യുദ്ധം 1918 അവസാനിച്ചു. ഈ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിച്ചൊരു യുദ്ധമാണ്. അതിൽ ജയിച്ച രാജ്യങ്ങളെന്നോ തോറ്റ രാജ്യങ്ങളെന്നോ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. ജയിച്ച രാജ്യങ്ങളെയും തോറ്റ രാജ്യങ്ങളെയും ഒരുപോലെ ഇത് ബാധിച്ചു. അവര് തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ്. എസ്പെഷ്യലി പറയാൻ പറ്റുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും എല്ലാം. ഇനി
ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു രാജ്യം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. യൂറോപ്പിലല്ല, നമ്മുടെ അമേരിക്കൻ കോണ്ടിനെന്റിൽ. ഇറ്റ് വാസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യൂറോപ്പ് പോലെ അല്ല അമേരിക്ക. അമേരിക്കയുടെ കണ്ടീഷൻസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഈ ഒന്നാം ലോക മഹായുദ്ധം അമേരിക്കയെ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല. അതിന് 2 കാരണങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. ഒന്ന്, ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ മേജർ യുദ്ധങ്ങളെല്ലാം നടക്കുന്നത്, മേജർ വാർ ഫ്രണ്ട് എല്ലാം തന്നെ യൂറോപ്പിലാണ് യുദ്ധം നടക്കുന്നത്. ഒരു യൂറോപ്യൻ യുദ്ധമായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്ക യുദ്ധത്തിലേക്ക് എൻട്രി ചെയ്യുന്നത് എപ്പോഴാ? 1917 അതും വളരെ ലേറ്റർ ആയിട്ട് മാത്രം, അല്ലെ, ലേറ്റ് കമ്മർ ആയിട്ടാണ് അമേരിക്ക ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധം വലിയ തോതിൽ അമേരിക്കയെ ബാധിച്ചിട്ടില്ല. അമേരിക്കയുടെ എക്കണോമിയും തകർന്നിട്ടില്ല. അതായിരുന്നു അമേരിക്കയുടെ സിറ്റുവേഷൻ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മറ്റു രാജ്യങ്ങളെ പോലെ എക്കണോമിക്കലി തകർന്നിട്ടില്ല, അല്ലെ? ദേ ആർ എക്കണോമിക്കലി പവർഫുൾ. അവർ വളരെ പവർഫുൾ ആണ്, ഡോമിനന്റ് ആണ്. ഗവൺമെന്റ് കയ്യിൽ കാശുണ്ട്, അല്ലെ, പണമുണ്ട്. ജനങ്ങളുടെ കയ്യിലും പണമുണ്ട്. സോ അമേരിക്കൻ ലൈഫ് സ്റ്റൈല് മാറുന്നു. ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവും. ജനങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൂട്ടും. ഒരു ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലിലേക്ക് അമേരിക്കൻ സൊസൈറ്റി വഴുതി വീഴുന്നു. ഒരു പരിധിക്കപ്പുറം അത് ഗവൺമെന്റിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഗവൺമെന്റ് എക്കണോമിനെയും പിടിച്ചു നിർത്താൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക. കാറിന് അല്ലെ, കാറ്, ടിവിക്ക് ടിവി എല്ലാം മേടിച്ചു കൂട്ടുക. അന്നത്തെ കാലഘട്ടത്തിൽ ജാസ് മ്യൂസിക് ഒക്കെ അത്യാവശ്യം പോപ്പുലറായ കാലഘട്ടമാണ് അമേരിക്കയിൽ. അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടേഴ്സ് പ്രോമിനന്റ് ആയ കാലഘട്ടമാണ്. അപ്പൊ ഈ വസ്തുക്കളെല്ലാം ആളുകൾ പണം കൊടുത്ത് മേടിക്കാൻ തുടങ്ങി. അതായത് ഇത്തരം വസ്തുക്കളുടെ ഡിമാൻഡ് എന്ത് ചെയ്തു? വർദ്ധിച്ചു. അല്ലെ, ആളുകൾ ലക്ഷറിയസ് ലൈഫിലേക്ക് ലീഡ് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി, സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങുന്നതോടുകൂടി ഡിമാൻഡ് വർദ്ധിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ചില കമ്പനികൾ അവിടെ ഇരിപ്പുണ്ട്. കമ്പനികൾ നോക്കുമ്പോൾ എന്താ, കൊള്ളാലോ, സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട്, എന്നാ പിന്നെ സാധനങ്ങൾ കൂടുതൽ ഇറക്കാം, മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് സപ്ലൈ ചെയ്യാം. പല കമ്പനികളും വലിയ വലിയ മെഷീൻസ് പണം കൊടുത്തു മേടിച്ചു ഇത്തരം വസ്തുക്കളൊക്കെ നിർമ്മിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടേഴ്സിൽ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ചില പുതിയ കമ്പനികൾ വരുമല്ലേ ഓട്ടോമൊബൈൽ സെക്ടേഴ്സിലേക്ക്. ചിലപ്പോൾ ലോണൊക്കെ എടുത്ത് വലിയ വലിയ മെഷീൻസ് ഒക്കെ കൊണ്ടുവന്ന് ആ മെഷീൻസ് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തി അത്തരം പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറക്കി. അതായത് ഡിമാൻഡ് കൂടിയ അനുസരിച്ച് സപ്ലൈയും അവിടെ വർദ്ധിച്ചു. ഓക്കെ, അപ്പൊ സപ്ലൈ വർദ്ധിച്ചു, സാധനങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു, ആളുകൾ അത് മേടിക്കുന്നു. ഇങ്ങനെ ഇറക്കുന്നു, മേടിക്കുന്നു. കമ്പനികളും വളരാൻ തുടങ്ങി. കമ്പനികൾക്കും എന്ത് കിട്ടുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. കമ്പനികളും വളരുന്നു. കമ്പനികളുടെ കയ്യിൽ റവന്യൂ ആയി. ഇനി കമ്പനികൾ എന്ത് ചെയ്യും? ഇവരുടെ സ്റ്റോക്കുകൾ, ഇവരുടെ ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ലിസ്റ്റ് ചെയ്യും. കമ്പനികൾ വളരുന്നതനുസരിച്ച് കമ്പനികൾ എന്ത് ചെയ്യും? അവരുടെ ഷെയർസും സ്റ്റോക്കുകളെല്ലാം ഇത്തരം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ, സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ലിസ്റ്റ് ചെയ്യും. അപ്പൊ അത്തരം സ്റ്റോക്കുകൾ മേടിക്കാനും ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. അല്ലെ, എന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ ആ മാർക്കറ്റിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലുള്ള സ്റ്റോക്കുകളും ഷെയറുകളും ഞാൻ മേടിക്കില്ലേ? അപ്പൊ ആളുകളും എന്ത് ചെയ്തു? സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചു. ഇങ്ങനെ അമേരിക്കൻ എക്കണോമിനെയും അമേരിക്കൻ സൊസൈറ്റിനെയും എല്ലാം മാറ്റിമറിച്ച ഒരു കാലഘട്ടം 1920s കാലഘട്ടമാണത്. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദ റോറിംഗ് 20s ഇൻ അമേരിക്ക. അമേരിക്കയിലെ ദ റോറിംഗ് 20s എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഞാനിവിടെ വിശദീകരിച്ചത്. എല്ലാവരും ഹാപ്പി, എല്ലാവരുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, അമേരിക്ക തകരില്ല. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ബബിളായിരുന്നു, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബബിളിംഗ് ആയിരുന്നു അവിടെ സംഭവിച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഈ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോക്ക് മേടിക്കാനുള്ള ഫുൾ എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണമെന്ന് നിർബന്ധമില്ല. അതായത്
വെറും 10,000 രൂപ മാത്രം കൈവശമുള്ള വ്യക്തിക്ക്, $10,000 കൈവശം ഉള്ള വ്യക്തിക്ക് വേണമെങ്കിൽ 1,00,000 രൂപയുടെ ഓഹരികൾ മേടിക്കാൻ പറ്റും. ഓക്കെ, വെറും 10,000 രൂപ എന്റെ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ എനിക്ക് വേണമെങ്കിൽ 1,00,000 രൂപയുടെ ഓഹരി മേടിക്കാൻ പറ്റും. അതിനെ ലിവറേജ് എന്ന് പറയും. അവർ ലിവറേജ് തരും. ബാക്കി 90,000 റുപ്പീസ് ഉണ്ടല്ലോ, ആക്ച്വലി വായ്പയായിട്ടാ പോകുന്നത്. ഒരു കൈൻഡ് ഓഫ് ലോൺ പോലെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 1,00,000 രൂപയുടെ ഓഹരി മേടിച്ചു എന്ന് വിചാരിക്കുക. മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ എന്റെ പ്രോഫിറ്റ് വർദ്ധിക്കും. മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ലോസ് ഉണ്ടാവും, അല്ലെ? ഇതിനെയാണ് നമ്മൾ മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് മാർജിൻ ട്രേഡിംഗ്? അല്ലെങ്കിൽ പറയാം ബൈ ഓൺ മാർജിൻ. ബൈ ഓൺ മാർജിൻ. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മാർജിൻ ട്രേഡിംഗ് ആണ്. പലരും എന്ത് ചെയ്യുന്നു, 10,000 രൂപയുടെ കൈവശം വെച്ചിട്ട് 1,00,000 രൂപയുടെ സ്റ്റോക്കുകൾ മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ബാക്കിയൊക്കെ വായ്പയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് വെറും ഒരു ബബിൾ ആയിരുന്നു. ഈ ആളുകൾ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? മാർക്കറ്റ് ഇനിയും മേലോട്ട് പോകുമെന്ന് കരുതിയിട്ടല്ലേ? ഒരു സ്പെക്കുലേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്, അല്ലെ? മാർക്കറ്റ് മുകളിൽ പോകും എന്നുള്ളൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. തിരിച്ചടിച്ചാൽ പെട്ടില്ലേ? ഓർക്കുക, നമ്മൾ ഇത്രയൊക്കെ അമേരിക്കൻ സൊസൈറ്റിയെ കുറിച്ചും അമേരിക്കൻ എക്കണോമിയെ കുറിച്ചൊക്കെ പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതെല്ലാം പുറമേ നിന്നുള്ള കാഴ്ചകളാണ്. അത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ പുറമേ നിന്നും ഒരാൾ നോക്കുന്ന സമയത്ത് അവർക്ക് കാണുന്നൊരു ഇംപ്രഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെ, ബുള്ളിഷ് ആവുന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, എല്ലാവരും എന്റർടൈൻമെന്റിലേക്ക് ഇറങ്ങുന്നു, ലക്ഷറിയസ് ലൈഫ് ലീഡ് ചെയ്യുന്നു, എല്ലാവരും ഹാപ്പി ആവുന്നു. ഇതെല്ലാം ശരിക്കും ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു എന്നാ പറയുന്നത്. പുറത്തുനിന്ന് നോക്കുന്ന വ്യക്തിക്ക് അത് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് ഉള്ളിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്ത് നോക്കിയേ, ഡൊമസ്റ്റിക് ലെവലിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം വെറും മായയാണ്, ഇതെല്ലാം വെറും സ്പെക്കുലേഷൻസ് ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? ഓൾറെഡി അമേരിക്കയുടെ അഗ്രികൾച്ചർ സിസ്റ്റം ഡിപ്രസ്ഡ് ആയിരുന്നു. അതിന് കാരണം 1-ാം ലോക മഹായുദ്ധം തന്നെയാണ്, ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ഒരുപാട് ഓവർ പ്രൊഡക്ഷൻ അവിടെ നടത്തിയിരുന്നു അമേരിക്കയിൽ. ഓക്കെ, അന്നത്തെ വാർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി അവിടെ വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഈ ഉണ്ടാക്കുന്ന വസ്തുക്കളൊന്നും വിൽക്കാൻ കഴിയുന്നില്ല. ആളുകൾ അത്ര ഡിമാൻഡ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ക്രൈസിസ് അന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രോഡക്റ്റുകളുടെയും പ്രൈസ് ഇടിയുന്നൊരവസ്ഥയായിരുന്നു. സോ അഗ്രികൾച്ചർ ഓൾറെഡി ഡിപ്രസ്ഡ് ആണ്. ഇനി സോഷ്യൽ ആംഗിളിലേക്ക് വരുവാണെങ്കിലോ ഇൻകം ഇൻഇക്വാലിറ്റി ഉണ്ട്. അത് പണമുള്ളവർ വീണ്ടും 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 ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കും. പണമില്ലാത്ത ആളോ വീണ്ടും 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 താഴോട്ട് പോകും. അതായത് ഇൻകം ഇൻഇക്വാലിറ്റി വൈഡർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ വൈഡർ റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു ഇൻകം ഇൻഇക്വാലിറ്റി. ഇൻഡസ്ട്രിയൽ ഓവർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡിമാൻഡ് വർദ്ധിച്ചത് കൊണ്ടല്ലേ സപ്ലൈയും വർദ്ധിച്ചത് ഈ സിനാരിയോയിൽ, അല്ലെ? സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ പല ഇൻഡസ്ട്രീസും ഓവറായിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കിയത്. ഈ ഡിമാൻഡ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല, കൺസിസ്റ്റന്റ് അല്ല. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കഴിയുമ്പോൾ അത് സ്റ്റാഗ്നന്റ് ആവും, അല്ലെങ്കിൽ അത് സാച്ചുറേറ്റഡ് ആവും. നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും മേടിക്കുമോ? ഇല്ലല്ലോ. ഡിമാൻഡ് സ്റ്റാഗ്നന്റ് ആയി. അപ്പോഴും എന്ത് കുറയുന്നില്ല? സപ്ലൈ കുറയുന്നില്ല. ഓവർ പ്രൊഡക്ഷൻ രാജ്യത്ത് നടക്കുന്നു അമേരിക്കയിൽ. അതുപോലെ തന്നെ ബാങ്കിങ് സിസ്റ്റം എടുത്തു നോക്കിയേ, വളരെ വീക്കായിട്ടുള്ള ബാങ്കിങ് സിസ്റ്റമാണ്. അന്ന് ഇന്നത്തെ പോലെ ബാങ്കിങ് റെഗുലേഷൻസോ കൺട്രോൾഡ് ബാങ്കിങ് സെക്ടറൊന്നും അല്ല. തോന്നുന്ന പടിയായിരുന്നു. ആളുകൾ ബാങ്കിൽ സേവിങ്സ് തുടങ്ങുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ബാങ്കുകൾ തന്നെ പലരും സ്റ്റോക്കുകൾ ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാങ്കിങ് സെക്ടർ വളരെ അൺറെഗുലേറ്റഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു സിനാരിയോ. അപ്പൊ ഇതെല്ലാം അന്ന് അമേരിക്ക ഫേസ് ചെയ്യുന്ന ഇന്റേണൽ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതൊന്നും പുറത്തറിയുന്നില്ല. പുറത്ത് കാണുമ്പോൾ എന്താ, അമേരിക്ക വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിയാണ്. പക്ഷേ ഇത്തരം ക്രാക്സ് അമേരിക്കയുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തില് ഈ പറയുന്ന സിറ്റുവേഷൻസ് എല്ലാം പുറത്ത് എക്സ്പോസ്ഡ് ആകാൻ തുടങ്ങും. ഇതൊന്നും ആരും അറിയുന്നുണ്ടായിരുന്നില്ല, എല്ലാം ഹിഡൻ ആയിരുന്നു. പക്ഷെ അമേരിക്കയിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പതുക്കെ പതുക്കെ എക്സ്പോസ്ഡ് ആകാൻ തുടങ്ങുന്നു.
നോക്കിയേ, അന്നേ വരെ മാർക്കറ്റ് മുകളിലോട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അല്ലെ. ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആളുകൾ സ്റ്റോക്കുകൾ ബൈ ചെയ്ത് ഈ മാർക്കറ്റ് എന്ത് ചെയ്യാ, ഇങ്ങനെ മുകളിലോട്ട് പോവാ. ഒരിക്കൽ പോലും ഈ കാലഘട്ടങ്ങൾക്കിടയിൽ അത് താഴോട്ട് പോയിട്ടില്ല. അതായിരുന്നു അവസ്ഥ. പക്ഷേ ഈ സ്പെക്കുലേഷൻസും ഈ പറയുന്ന ഇഷ്യൂസും മറ്റുമെല്ലാം എക്സ്പോസ്ഡ് ആകാൻ തുടങ്ങിയോടുകൂടി മാർക്കറ്റ് പതുക്കെ മേലോട്ട് കയറിയ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരാനൊരു ആരംഭം അവിടെ കുറിക്കുന്നുണ്ട്. ഓക്കെ, ചെറിയ തോതിൽ ഈ മേടിച്ചു കൂട്ടിയ സ്റ്റോക്കുകൾ പലരും പതുക്കെ സെല് ചെയ്യാൻ തുടങ്ങി. ഇനി പോവാൻ സാധ്യതയില്ല, ഇനി മുകളിലോട്ട് പോകാനുള്ള സാധ്യതയില്ല എന്ന് തോന്നിയിട്ട് പലരും എന്ത് ചെയ്തു, അവർ മേടിച്ചു കൂട്ടിയ സ്റ്റോക്കുകൾ പലതും, ഷെയറുകൾ പലതും അവർ വിൽക്കാൻ തുടങ്ങി, സെല് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ മാർക്കറ്റ് എന്ത് ചെയ്തു, പതുക്കെ താഴോട്ട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, സെപ്റ്റംബറിലാണ് ഈ താഴ്ച നമുക്ക് ആദ്യം കാണാൻ പറ്റുക. ഒരു 1929 സെപ്റ്റംബറോട് കൂടി ഫസ്റ്റ് ക്രാക്ക് അവിടെ എക്സ്പോസ്ഡ് ആയി. പിന്നെ അങ്ങോട്ട് ഈ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടേയില്ല. ഓക്കെ, അങ്ങോട്ടങ്ങോട്ട് ദിവസം കൂടുന്തോറും അങ്ങോട്ടങ്ങോട്ട് പോകും തോറും ഈ മാർക്കറ്റ് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരുക. അന്ന് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ കണക്കെടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടിവ് അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഒക്ടോബർ 24 തീയതിയാണ്. 1929 ഒക്ടോബർ 24. ആ ദിവസത്തെ ബ്ലാക്ക് തേഴ്സ്ഡേ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് റെക്കോർഡ് ചെയ്യപ്പെട്ട അന്നേ വരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും ലോവസ്റ്റ് മാർക്കറ്റ് പോയിന്റ് വിസിബിൾ ആയ ദിവസം ദ ബ്ലാക്ക് തേഴ്സ്ഡേ ഒക്ടോബർ 24, 1929. ഓക്കെ, ഓർത്തിരിക്കാം. അപ്പോൾ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, ഇതിനെ ഒന്ന് തിരിച്ചു കയറ്റാനായിട്ട് ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പ്രശസ്തരായ 2 ബാങ്കേഴ്സിന്റെ പേരുകളൊന്ന് ഓർത്തു വെച്ചേക്കുക. റിച്ചാർഡ് വൈറ്റ്നി ആൻഡ് ചാൾസ് മിച്ചൽ. ഇവരൊക്കെ ദ ബിഗ് ബാങ്കേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ്. ഇതിൽ പ്രശസ്തനായ വ്യക്തിയാണ് റിച്ചാർഡ് വൈറ്റ്നി. അന്നത്തെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രസിഡന്റ് ആ പുള്ളി. അതുപോലെ മിച്ചലും അന്നത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ ബാങ്കറാണ്. ഇവര് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയാണ്, ഓക്കെ, ഈ ബ്ലാക്ക് തേഴ്സ്ഡേ കഴിഞ്ഞ അടുത്ത വെള്ളിയാഴ്ച, ഫ്രൈഡേ ദിവസം, ഓക്കെ, വെള്ളിയാഴ്ച ദിവസം എത്തിയപ്പോൾ ഇവര് നേരെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് പറയാണ്, ഞങ്ങൾ ഈ എക്കണോമിയെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, വിറ്റഴിച്ച സ്റ്റോക്കുകൾ പലതും ഞങ്ങൾ മേടിക്കാൻ റെഡിയാണ്. ഓക്കെ, ഈ മാർക്കറ്റ് എന്തുകൊണ്ടാണ് താഴോട്ട് പോയത്? അവിടെ ചെന്നപ്പോൾ ഇനി മേലോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ആളുകൾ സ്റ്റോക്കുകളും ഷെയറുകളൊക്കെ വിറ്റില്ലേ. ഓക്കെ, ആ വിറ്റ സാധനങ്ങളെല്ലാം ഇവർ മേടിക്കാൻ തയ്യാറായി. എസ്പെഷ്യലി അന്നത്തെ സ്റ്റീൽ സെക്ടേഴ്സിൽ US സ്റ്റീൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അവരുടെ ഒട്ടുമിക്ക ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കുകളും ഷെയറുകളും ഇവർ മേടിക്കാൻ തുടങ്ങി. അപ്പൊ നോക്കി, മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, എന്നിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവര് വന്നിട്ട് ഇത്തരം ഷെയറുകളും സ്റ്റോക്കുകളും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ മേടിക്കാൻ തുടങ്ങിയോടുകൂടി മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായി. മാർക്കറ്റ് മുകളിലോട്ട് പോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ താഴോട്ട് പോകുന്ന മാർക്കറ്റിനോട് ഒന്ന് പിടിച്ചു നിർത്താൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു. ഇത് എപ്പോഴാണ് നടക്കുന്ന? വെള്ളിയാഴ്ച ദിവസം അല്ലെ, ബ്ലാക്ക് തേഴ്സ്ഡേ കഴിഞ്ഞ് ദ നെക്സ്റ്റ് ഡേ ആണ്, ഒക്ടോബർ 25. ഇനിയുള്ള 2 ദിവസങ്ങൾ എന്ന് പറയുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് അല്ലെ. സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ഹോളിഡേ ആണ്. ഓക്കെ, ഇനി അടുത്ത വരുന്ന ദിവസം തിങ്കളാഴ്ചയാണ്. അപ്പൊ എല്ലാവരുടെ മനസ്സിലും ഒരു പ്രതീക്ഷ അവിടെ വന്നു. യെസ്, വെള്ളിയാഴ്ച ആയപ്പോൾ എക്കണോമി ഒന്ന് സ്റ്റേബിളായി. ഇനി 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ആവില്ലേ, തിങ്കളാഴ്ച ആകുമ്പോൾ വീണ്ടും എക്കണോമി സ്റ്റേബിളാവും, എക്കണോമി എന്ത് ചെയ്യാം, മാർക്കറ്റ് മുകളിലോട്ട് പോകാം എന്നൊരു പ്രതീക്ഷയിലായിരുന്നു പലരും വെയിറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷെ സിറ്റുവേഷൻ മറിച്ചായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ചയായി. പോരാ, മാർക്കറ്റ് കുറച്ചെങ്കിലും സ്റ്റെബിലിറ്റി നേടിയെങ്കിലും വീണ്ടും മാർക്കറ്റ് താഴോട്ട് വീഴാൻ തുടങ്ങി. ചൊവ്വാഴ്ച ദിവസമായപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, ഇനി മാർക്കറ്റ് പൊങ്ങില്ല, പ്രതീക്ഷയെല്ലാം പോയി, ഇനി മാർക്കറ്റ് പൊങ്ങാനേ സാധ്യതയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം അന്ന് മേടിച്ചു കൂട്ടിയ സ്റ്റോക്കുകളെല്ലാം, അന്നത്തെ ദിവസം ആളുകളുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന സ്റ്റോക്കുകൾ ഉൾപ്പെടെ ആളുകൾ വിൽക്കാൻ തുടങ്ങുന്നു. പാനിക് സെല്ലിംഗ് ആരംഭിച്ചു. ഓക്കെ, ഇനി മാർക്കറ്റ് മുകളിൽ പോവില്ല എന്ന് അറിഞ്ഞതോടുകൂടി ആൾക്കാർ എന്ത് ചെയ്തു, മിച്ചം വന്ന സ്റ്റോക്സും ഷെയർസും എല്ലാം വിൽക്കാൻ തുടങ്ങി. പക്ഷെ പ്രോബ്ലം എന്താ, ഈ വിറ്റ സ്റ്റോക്കുകളും ഷെയറുകളും മേടിക്കാൻ ആളില്ല. സ്റ്റോക്കുകൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോകുന്നേ.
പക്ഷെ ഇത് സെല്ലിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ, ബൈയിങ് ഒന്നും നടക്കുന്നില്ല. അപ്പൊ വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യാ, താഴോട്ട് പോവാ അല്ലെ, പ്രൈസ് ക്രാഷ് ചെയ്തു. അന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ പ്രദേശമുണ്ട്, നമ്മൾ വാൾ സ്ട്രീറ്റ് എന്ന് പറയും. ഒരു ഫിനാൻഷ്യൽ സ്ട്രീറ്റ് ആണ് ന്യൂയോർക്ക് സിറ്റിയിലെ. ആ വാൾ സ്ട്രീറ്റിലെ ഒട്ടുമിക്ക സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്ചേഞ്ചുകളും അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടേഴ്സ് എല്ലാം കൊളാപ്സ്ഡ് ആയി. ഈ ദിവസമാണ് ഇത് നടക്കുന്ന ചൊവ്വാഴ്ച ദിവസമാണ് അല്ലെ. ഈ ദിവസമാണ് ഒക്ടോബർ 29, 1929. വി കോൾ ഇറ്റ് ആസ് ബ്ലാക്ക് ട്യൂസ്ഡേ. അന്നേ വരെ ഉള്ള ലോക ചരിത്രത്തിൽ തന്നെ അന്നേ വരെ ഉള്ളതിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്, ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് മെഷർ ചെയ്തിരിക്കുന്ന ദിവസം, ഓക്കെ, ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന ദിവസം ഒക്ടോബർ 29 ബ്ലാക്ക് ട്യൂസ്ഡേ എന്നാണ് അറിയപ്പെടുന്നത്. ദിസ് ഇസ് വാട്ട് എക്കണോമിക് ക്രാഷ് മീൻസ്. ഇതാണ് ശരിക്കും ഗ്ലോബൽ എക്കണോമിക് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലേക്ക് മാർക്കറ്റ് കൂപ്പുകുത്തി. അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ തകർന്നു. നോക്കി, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രീസും ജീവിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾ ബ്രിട്ടൻ എടുത്താലും ഫ്രാൻസിനെ എടുത്താലും ഇവൻ ജർമ്മനി എടുത്താലും ഇവരെല്ലാം ആരെയാ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ? അമേരിക്കയാ. അമേരിക്കയിൽ നിന്നും ലോണും മേടിച്ചിട്ടാണ് ജർമ്മനി ജീവിക്കുന്നത്. അതേ ലോണും മേടിച്ചുകൊണ്ടാണ് ബ്രിട്ടനും ഫ്രാൻസും ജീവിക്കുന്നത്. അതായിരുന്നു അവസ്ഥ. അപ്പൊ അമേരിക്കൻ എക്കണോമി തകർന്നതോടുകൂടി ഇത്തരം രാജ്യങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും തകരുന്നു. ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളാണ് ഒട്ടുമിക്ക ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെ. നിങ്ങൾക്കറിയാം, ഇന്ത്യ വാസ് എ കോളനി ഓഫ് ബ്രിട്ടൻ. അങ്ങനെ ബ്രിട്ടൻ തകർന്നോടുകൂടി, ഫ്രാൻസ് തകർന്നോടുകൂടി അത് ഏഷ്യൻ രാജ്യങ്ങളെയും ബാധിക്കുന്നു. അങ്ങനെ ഒട്ടുമിക്ക കോണ്ടിനെന്റുകളിലേക്കും ഈ ഇഷ്യൂ സ്പ്രെഡ് ആവും. ദിസ് ഇസ് വാട്ട് ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ മീൻസ്. ഇതൊരു ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ് ആണെന്ന് ഓർക്കുക. പക്ഷെ നമ്മൾ ഇത്രയും നേരം അത് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവ് അല്ലേ? ഒരു എക്കണോമിക് ആംഗിളിലേക്ക് മാത്രം ബാധിക്കപ്പെട്ട ഒരു ഇവന്റ് ആണോ ഇത്? അല്ല. അന്നത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഒരു സോഷ്യൽ ഇമ്പാക്ട് നമുക്കിനകത്ത് പറയാനുണ്ട്. നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിയേ, ഈ ഒരു ലേഡിയുടെ പിക്ചർ. ഈ ലേഡി ആരാണെന്ന് നമുക്കറിയില്ല. 1936 ഡൊറോത്തി ലാംഗ് എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ എടുത്ത പിക്ചറാണ്. 36 എടുത്ത പിക്ചറാണ്. അന്നെല്ലാം ഈ ഡിപ്രഷൻ നിലനിൽക്കുന്നുണ്ട്. ആരാണ് ഈ സ്ത്രീ നമുക്കറിയില്ല. പക്ഷേ വി കോൾ ഹർ ആസ് മൈഗ്രന്റ് മദർ. നമ്മൾ മൈഗ്രന്റ് മദർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ വ്യക്തിയുടെ മുഖത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് സിറ്റുവേഷൻ എന്ന്, അല്ലെ? ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല, ഫാമിലിയുടെ ഭാവി എന്താണെന്ന് അറിയില്ല, കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണെന്ന് അറിയില്ല. അങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ. ദിസ് വാസ് എ കണ്ടീഷൻ. ഇതേ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയെ ബാധിച്ച മറ്റൊരു ദുരന്തം കൂടി ഉണ്ട് കേട്ടോ, ഒരു പ്രകൃതി ദുരന്തം. അന്ന് ഈ ഒക്ലഹോമ, ടെക്സസ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ വലിയ ഡ്രൗട്ട് കണ്ടീഷൻ അമേരിക്ക ഫേസ് ചെയ്യുന്നുണ്ട്. വരൾച്ച, അധികം മഴ ലഭിച്ചിട്ടില്ല ആ കാലഘട്ടങ്ങളൊന്നും. അങ്ങനെ വരൾച്ച ഫേസ് ചെയ്യുന്നുണ്ട് ഒക്ലഹോമ, ടെക്സസ് ഭാഗങ്ങളിൽ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഫാമേഴ്സ് പലരും പല ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി, എസ്പെഷ്യലി കാലിഫോർണിയയിലേക്ക്. കാരണം കൃഷിയൊന്നും അവിടെ നടക്കുന്നില്ല, വരൾച്ചയല്ലേ. അങ്ങനെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ടുവേർഡ്സ് കാലിഫോർണിയ റീജിയൻ. ഇങ്ങനെയുള്ള കാലിഫോർണിയ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരെ നമ്മൾ ഓക്കീസ് എന്നാട്ടോ വിളിച്ചിരുന്നത്. പക്ഷെ കാലിഫോർണിയയിൽ എത്തിയിട്ടും സിറ്റുവേഷൻസ് മെച്ചപ്പെട്ടിട്ടില്ല കേട്ടോ. കാലിഫോർണിയയിലാണെങ്കിലോ എക്കണോമിക് ക്രൈസിസ് നിലനിൽക്കുന്നു. വീണ്ടും പട്ടിണിയും പരിവട്ടവുമായിട്ട് ആളുകൾ മാറുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ ആളുകൾ നിൽക്കുന്നു. കടക്കെണിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. വലിയ വലിയ കമ്പനികൾ പണ്ട് ഓൺ ചെയ്തിട്ട് വലിയ പണം കൊടുത്ത് അല്ലെങ്കിൽ കടം മേടിച്ച് മെഷീൻസ് ഒക്കെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രൊഡക്ഷൻ ഒന്നും അധികം ഇല്ലാത്തിടത്തോളം കാലം ഈ മെഷീൻസ് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കമ്പനികൾ പൂട്ടിപ്പോകുന്നു. ബാങ്കുകളിൽ സേവിങ്സ് ഉണ്ടായിരുന്നു പലർക്കും. ബാങ്കുകൾ തകർന്നോടുകൂടി അതും കിട്ടാതെയായി. അങ്ങനെ സോഷ്യലിയും ഇത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ഈ 1929 ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ. ഓർത്തിരിക്കാം. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഹെർബർട്ട് ഹൂവറിന് ഒരു പരിധിക്കപ്പുറം ഇതിലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഈ സിറ്റുവേഷൻസ് റിസോൾവ് ചെയ്യാൻ പുള്ളിക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു പരാജയം തന്നെയായിരുന്നു. ഒരുപാട് പോളിസീസും റിഫോംസും മറ്റുമൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും വിചാരിച്ച രീതിയിൽ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് അമേരിക്കയിൽ ഒരു പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരുന്നത്. ആൻഡ് ഹിസ് നെയിം വാസ്
ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അക്ഷരാർത്ഥത്തിൽ ഒരു രക്ഷകൻ തന്നെയായിരുന്നു ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അദ്ദേഹം അധികാരത്തിൽ കയറി വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രോഗ്രാമിന് സ്റ്റാർട്ടിംഗ് കുറിച്ചു. ദ ഫേമസ് ന്യൂ ഡീൽ പ്രോഗ്രാം, റൂസ്വെൽറ്റ് ആൻഡ് ദ ന്യൂ ഡീൽ. എന്താണ് ന്യൂ ഡീൽ പ്രോഗ്രാം? ഒരു പരിധിക്കപ്പുറം എക്കണോമിയെ പിടിച്ചു നിർത്താൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാട്ടോ ഇത്. 3 ലക്ഷ്യങ്ങളാണ് ഈ പ്രോഗ്രാമിനുണ്ട്. ഒന്ന്, റിലീഫ്, ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു റിലീഫ്, റിക്കവറി, റിഫോം. അതായത് ഇപ്പോൾ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണം, അല്ലെ? റിലീഫ് മെഷേഴ്സ് കൊണ്ടുവരണം. അതുപോലെ റിക്കവറി ചെയ്യണം. എക്കണോമി ഇപ്പോൾ നിൽക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നല്ലേ, അത് റിക്കവറി ചെയ്യണം. ഓക്കെ, തിരിച്ചു കയറി വരണം. അതുപോലെ ഇനി ഇതുപോലുള്ള സിറ്റുവേഷൻ വരാൻ പാടില്ല. അതിനായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, നിയമങ്ങൾ കൊണ്ടുവരേണ്ട സ്ഥലങ്ങളിൽ നിയമങ്ങൾ കൊണ്ടുവരിക. വി നീഡ് റിഫോർമേഷൻ. ഈ 3 ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഈ 3 ലക്ഷ്യങ്ങളുമായാണ് ന്യൂ ഡീൽ പ്രോഗ്രാം അവതരിച്ചത്. റിലീഫ്, റിക്കവറി, റിഫോം. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് നിയമങ്ങൾ, ചില വോളണ്ടറി ഓർഗനൈസേഷൻസ്, NGO ഓർഗനൈസേഷൻസ് എല്ലാം സ്ഥാപിതമാകുന്നുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരൊറ്റ കാര്യം ഓർത്തിരിക്കുക, ഇത്തരം മെഷേഴ്സ് വന്നതോടുകൂടി അമേരിക്ക വീണ്ടും പതുക്കെ റിവൈവ് ചെയ്യപ്പെടുകയാണ്. എക്കണോമി കുറെ കൂടി ഒന്ന് സ്റ്റേബിൾ ലെവലിലേക്ക് കയറി വരുന്നുണ്ട്. ഓക്കെ, ഡിപ്രഷൻ ഒഴിവായെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഡിപ്രഷൻ മൊത്തത്തിൽ ഒഴിവായിട്ടൊന്നുമില്ല, പക്ഷേ പഴയ സിറ്റുവേഷനിൽ നിന്നും ഒന്ന് മെച്ചപ്പെട്ടു രാജ്യം ബിക്കോസ് ഓഫ് ദിസ് പ്രോഗ്രാം. അതുകൊണ്ടാണ് റൂസ്വെൽറ്റിനെ ഒരു രക്ഷകനായിട്ട് പറയുന്നത്. ഓക്കെ, പുള്ളി തന്നെ പറയുന്ന ഒരു കോട്ട് ഉണ്ട് കേട്ടോ, വാട്ട് വി ഷുഡ് ഫിയർ ഇസ് ദ ഫിയർ ഇറ്റ് സെൽഫ്. നമ്മൾ പേടിക്കേണ്ടത് പേടിയെ തന്നെയാണ്, അല്ലെ? പേടിയില്ലെങ്കിൽ നമുക്ക് മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് റൂസ്വെൽറ്റ് മുന്നോട്ട് വെച്ചൊരു കൂട്ടും. സോ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറയാം. പക്ഷെ ഡിപ്രഷൻ കംപ്ലീറ്റ്ലി ഇത് എൻഡ് ചെയ്തില്ല എന്ന് ഞാൻ പറയാനൊരു കാരണമുണ്ട്. 1929 ആരംഭിച്ച ഈ ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ ശരിക്കും പറഞ്ഞാൽ അവസാനിക്കുന്നത് ഒരു 1940s കൂടിയാണ്. അതായത് 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് ഈ ഡിപ്രഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആവുന്നത്. ഓക്കെ, 2ാം ലോക മഹായുദ്ധമായപ്പോൾ വീണ്ടും പ്രൊഡക്ടിവിറ്റി, അല്ലെ, പ്രൊഡക്ഷൻ ഡിമാൻഡ് വർദ്ധിച്ചു, പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചു, സാധനങ്ങൾ വീണ്ടും വില കയറി. ഓക്കെ, അപ്പൊ വീണ്ടും എക്കണോമി റിവൈവ് ചെയ്യപ്പെട്ടു ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. അപ്പൊ ആ കാലഘട്ടം വരെ ഡിപ്രഷൻ ശരിക്കും പറഞ്ഞാൽ നിലകൊള്ളുന്നുണ്ട്. പക്ഷെ ഈ ഡീൽ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? വിത്തിൻ ഇയേഴ്സ് എക്കണോമി തിരിച്ചു കയറാൻ തുടങ്ങി അമേരിക്കയുടെ. ഓക്കെ, അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രസക്തി, ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ നോക്കിയേ, എങ്ങനെയാണ് ഈ ഒരു 1929 ഡിപ്രഷൻ മോഡേൺ വേൾഡ് ഹിസ്റ്ററിയെ ഷേപ്പ് ചെയ്തത്? നമ്മൾ എക്കണോമിക് ആംഗിളിലാണല്ലോ ഇപ്പൊ കുറെ ഡിസ്കസ് ചെയ്തൊക്കെ പോയി. സോഷ്യൽ ആംഗിളിലും പൊളിറ്റിക്കൽ ആംഗിളിലും എക്കണോമിക് ആംഗിളിലും എല്ലാം ഇത് ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെയാണ് മോഡേൺ ചരിത്രത്തെ മാറ്റിമറിച്ചത്? എന്ത് ഇമ്പാക്റ്റ് ആണ് അത് ഉണ്ടാക്കിയത്? അതിന്റെ ആദ്യത്തെ ഒരു ഘടകം എന്താന്ന് വെച്ചാൽ ഗിവ് ഇമ്പോർട്ടൻസ് ടു ഗ്ലോബൽ ഇന്റർഡിപെൻഡൻസ്. ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ഗ്ലോബൽ ഇന്റർഡിപെൻഡൻസ്. നോക്കി, ഈ ഒരു ഡിപ്രഷൻ വന്നതോടുകൂടി പല രാജ്യങ്ങൾക്കും ഒരു കാര്യം മനസ്സിലായി. ഒറ്റയ്ക്ക് ചില ഐസൊലേറ്റഡ് പോളിസീസ് കൊണ്ടുവന്നു എന്ന് കരുതി എക്കണോമി സ്റ്റേബിൾ ആവില്ല, മാർക്കറ്റ് മുകളിൽ പോവില്ല. അതിന് ഒരു രാജ്യത്തിന് മാത്രം സപ്പോർട്ട് പോരാ, അതിന് ഒരു ഇന്റർഡിപെൻഡൻസ്, ഒരു ഇന്റർനാഷണൽ കോപ്പറേഷൻ അവിടെ ആവശ്യമാണ് എന്ന് പല രാജ്യങ്ങൾക്കും മനസ്സിലായി. അതാണ് ഈ ഗ്ലോബൽ ഇന്റർഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് പറയാം ബ്രിട്ടൻ വുഡ്സ് ട്വിൻസ്, നമ്മുടെ IMF, വേൾഡ് ബാങ്ക് ഒക്കെ വന്നില്ലേ, അതെല്ലാം ഇതിന്റെ ഒരു റിസൾട്ടന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. IMF വേൾഡ് ബാങ്ക് ഒക്കെ എടുത്താൽ മനസ്സിലാവും ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണല്ലേ, കൺട്രോളിംഗ് ദ ഫിനാൻഷ്യൽ സെക്ടേഴ്സ്. അതുപോലുള്ള സ്ഥാപനങ്ങൾ വേണം, അതിന്റെ ആവശ്യകതയുടെ ഇമ്പോർട്ടൻസ് എല്ലാം പലർക്കും മനസ്സിലായി. ഓക്കെ, അതാണ് ഒരു ഇമ്പാക്ട്. 2, ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു വെൽഫെയർ സ്റ്റേറ്റ്. ഈ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ് ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നിൽക്കുക, അല്ലെ? ഒരു കൈൻഡ് ഓഫ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ആണത്. എന്നാലും പറയാം, ഇത്രയും നാളെന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരു പരിധിക്കപ്പുറം എക്കണോമിയിൽ ഇടപെട്ടിട്ടില്ല, അല്ലെ? ജനങ്ങൾ ജനങ്ങളുടെ രീതിയിൽ പോയിരുന്നു, ഗവൺമെന്റ് രീതിയിൽ പോയിരുന്നു. ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷൻ വളരെ കുറവായിരുന്നു ഇത്രയും കാലഘട്ടത്തിൽ. പക്ഷേ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എക്കണോമിയിൽ വേണമെന്ന്
മനസ്സിലാക്കി തന്ന ഒരു ഡിപ്രഷൻ ആയിരുന്നു 1929 ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ. അത് പല രാജ്യങ്ങളും കംപ്ലീറ്റ് ക്യാപിറ്റലിസം എന്നൊരു കോൺസെപ്റ്റിൽ നിന്നും ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അത് വലിയൊരു ഇമ്പാക്റ്റാണ്. ഇനി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ ഐഡിയോളജിക്കകത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് ഒരു ഫ്രീ മാർക്കറ്റ് എന്നാണ് അല്ലേ. ആ ക്യാപിറ്റലിസം എന്ന ഐഡിയോളജി മാറിയിട്ട് ഒരു മാനേജ്ഡ് അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് ഐഡിയോളജി തന്നെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ക്യാപിറ്റലിസം ഇങ്ങനെ തുറന്നു വിടാൻ പറ്റത്തില്ല. അതിനെയും എന്ത് ചെയ്യണം? ആ ഐഡിയോളജി ഇറ്റ്സെൽഫ് ഷുഡ് ബി കൺട്രോൾഡ്, ഇറ്റ് ഷുഡ് ബി മാനേജ്ഡ്. ഒരു മാനേജ്ഡ് ക്യാപിറ്റലിസം ഐഡിയോളജി വരാൻ തുടങ്ങുന്നു. ആൻഡ് ഇത് ഒരുപാട് ഒരുപാട് ഓർഗനൈസേഷൻസിൽ ഡിക്റ്റേറ്റർഷിപ്പിനും വഴി ഒരുക്കിയിട്ടുണ്ടോ? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ എങ്ങനെയാ ജർമ്മനിയുടെ ഫ്യൂററായിട്ട് അധികാരത്തിൽ കയറുന്നത്? അന്നത്തെ ജർമ്മനി ഫേസ് ചെയ്തിട്ടുള്ള എക്കണോമിക് ക്രൈസിസ്, അന്നത്തെ വെയ്മർ റിപ്പബ്ലിക് എന്ന് പറയുന്ന ജർമ്മൻ ഗവൺമെന്റിന്റെ തകർച്ച, അത് മുതലെടുത്തുകൊണ്ടാണ് ഹിറ്റ്ലർ അധികാരത്തിൽ കയറുന്നത്. അപ്പൊ ഹിറ്റ്ലറിന്റെ എമർജൻസിന് ഈ ഡിപ്രഷനും ഒരു കാരണമായിട്ടുണ്ട്. ഈ ഡിപ്രഷനൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ 1933 അന്ന് ജർമ്മനിയിൽ ഒരു ഇലക്ഷൻ നടക്കുന്നത്. ചാൻസലർ ഇലക്ഷനിലേക്കായിരുന്നു. ഹിറ്റ്ലർ ജയിച്ചു. ജനങ്ങൾ തന്നെ പുള്ളിയെ ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടിരുത്തുകയാണ് ചെയ്തത്. അവിടെ ഹിറ്റ്ലറെങ്കിലും വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഹിറ്റ്ലറിനെ പിടിച്ച് അധികാരത്തിൽ കയറ്റിയത് അല്ലേ. അപ്പോൾ ഡിക്റ്റേറ്റേഴ്സിന്റെ വളർച്ചയും ഇതിന് കാരണമായിട്ടുണ്ട്. ഇനി ഇറ്റലിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ മുസോളിനി, നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റാലിൻ, ഇവരുടെയൊക്കെ വളർച്ച ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഡോളർ ഒരു വേൾഡ് കറൻസി ആകുന്നതും ഈ സമയങ്ങളിലാട്ടോ. നമ്മുടെ ഈ ബ്രിട്ടൻ വുഡ്സ് സ്റ്റീൻസ്, IMFും വേൾഡ് ബാങ്ക് ഒക്കെ വന്നതിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഡോളറും അമേരിക്കൻ ഡോളറും ഒരു വേൾഡ് കറൻസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾക്കും ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഒരു മേജർ ഇവന്റ് ആയിട്ടാണ് ശരിക്കും 1929 ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ പറയുന്നത്. ഒരു പരിധിക്കപ്പുറം സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വരെ ഇത് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഈ 1929 ഡിപ്രഷൻ എന്ന് പറയുന്നത് വെറും ഒരു ചരിത്രമല്ല അല്ലെ. ഇറ്റ് വാസ് നോട്ട് ദ ഇയർ ദ വേൾഡ് ലോസ്റ്റ് ഇറ്റ്സ് വെൽത്ത്, ഇറ്റ് വാസ് എ ഇയർ ദ വേൾഡ് റീഡിസ്കവേർഡ് ഇറ്റ്സ് വൾണറബിലിറ്റീസ്. വെറുതെ ഒരു ചരിത്രപരമായിട്ടുള്ള ഇവന്റ് മാത്രമല്ല അല്ലെ, വെറുതെ ഒരു എക്കണോമിക് നഷ്ടം മാത്രമല്ല, വെറുതെ ഒരു എക്കണോമിക് ക്രൈസിസ് മാത്രമല്ല, പകരം അന്നത്തെ വൾണറബിലിറ്റി റീഡിസ്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇവന്റ് കൂടിയാണത്, ഒരു വർഷം കൂടിയാണത് ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ. ഇന്നും നിങ്ങൾ നോക്കിയേ, ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ് ഒക്കെ നിലകൊള്ളുന്നില്ലേ? 2008 ഈ ലോകത്തെ മൊത്തത്തിൽ ബാധിച്ചൊരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിരുന്നു. അതും അവിടെയും അമേരിക്ക തന്നെയാണ് തുടക്കം കുറിച്ചത്. പക്ഷെ അന്നത്തെ ആ സിറ്റുവേഷൻ നമ്മൾ പെട്ടെന്ന് റിക്കവർ ചെയ്തു. കാരണം നമുക്കൊരു റെഫറൻസ് ഉണ്ടായിരുന്നു, ദിസ് 1929 എക്കണോമിക് ഡിപ്രഷൻ. ഒരു ചരിത്ര പുസ്തകമാണത്. അതിന് കിട്ടിയിട്ടുള്ള ഇൻപുട്ടുകൾ അനുസരിച്ചാണ് നമ്മൾ ഈ 2008 ക്രൈസിസ് റിസോൾവ് ചെയ്ത്. ഇനി വരാൻ പോകുന്ന എക്കണോമിക് ക്രൈസിസുകളും റിസോൾവ് ചെയ്യാൻ നമുക്ക് കഴിയും. കാരണം വി ഹാവ് എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് നോളജ് ഫ്രം ദിസ് 1929 ഡിപ്രഷൻ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ രസകരമായിട്ടുള്ള ടോപ്പിക്സുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഫോർ ദ ടൈം ബീൻ, സൈനിങ് ഓഫ്. താങ്ക് യു.